ഓണം പർച്ചേസിങ് കഴിഞ്ഞിട്ടില്ല, ഒരു പട്ടുപാവാടയും കൂടി ആവശ്യമുണ്ടായിരുന്നു. അതിനുവേണ്ടി തൃശ്ശൂർ ടൗണിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇവളെ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയത് കേട്ടോ. റീസെൻ്റായിട്ട് എൻ്റെ ഫ്രണ്ട് ആയതാണ്, പക്ഷേ എനിക്ക് ഇവളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങളുടെ വൈബൊക്കെ ഒരേപോലെയാണ്. ഞാൻ അവളെയും വലിച്ചിട്ട് നേരെ പൂങ്കുന്നത്തുള്ള ഒരു എന്താ പറയുക സ്നാക്സും ചായയൊക്കെ കിട്ടുന്ന ഒരു കടയിലേക്ക് കൊണ്ടുവന്നിട്ട് സ്ഥിരമായിട്ട് ഇവിടെ വരാറുണ്ട് ഞാൻ. അപ്പോൾ അവളെയും കൂടി വലിച്ചുകൊണ്ട് വന്നു. അവൾക്കൊരു കോഫി, എനിക്കൊരു ചായ, പിന്നെ 2 പരിപ്പ് വട, 2 ഉഴുന്നുവട, അതൊക്കെ ഓർഡർ ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇവളെ, കാരണം ഞങ്ങളുടെ വൈബ് ഒരേപോലെയാണ്. നമുക്ക് അങ്ങനെ കിട്ടുന്ന ഭയങ്കര റെയറായിട്ട് അങ്ങനെ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടുള്ളൂ. ഞങ്ങൾ കൂടിക്കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ പറയുക ഫുഡിൻ്റെ കാര്യങ്ങളാണ് മെയിനായിട്ട് സംസാരിക്കുക കേട്ടോ. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു അന്ന്. അപ്പോഴാണ് അവളൊരു സന്തോഷ വർത്തമാനം കൂടി പറഞ്ഞത്. അവൾക്ക് എൻട്രൻസ് പാസ്സായി, അവൾ ഇനി ലോ കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ നടക്കാതെ പോയൊരു സ്വപ്നമാണ്. അപ്പോൾ ഞാൻ അവളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നീ എത്രയും പെട്ടെന്ന് കോളേജിൽ ചേരണം എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു +2-ന്, പക്ഷേ എനിക്കെന്തോ നടന്നില്ല. നമുക്കൊക്കെ തലൈവര എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അത് നടന്നില്ല. അപ്പോൾ എന്തായാലും അവൾ അതിൽ